നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്റെ 3 പെൺമക്കൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച പിതാവിന് ഒടുവിൽ അന്ത്യം വൃദ്ധസദനത്തിൽ. പിതാവിന്റെ സംസ്കാര ചടങ്ങിന് എത്താൻ പോലും സമയമില്ലാത്ത മക്കൾ നേപ്പാൾ, ഉത്തർപ്രദേശ്, മുംബൈ എന്നിവിടങ്ങളിൽ ഇരുന്ന് വീഡിയോ കോളിലൂടെയാണ് അന്ത്യകർമ്മങ്ങൾ കണ്ടത്. ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുംബൈ സ്വദേശിയും ടെക്സ്റ്റൈൽസ് ഷോപ്പ് മുൻ ഉടമയുമായ ശിവ് തരൺ രത്തൻ ഗുപ്തയുടെ മക്കളാണ് വീഡിയോ കോളിലൂടെ അന്ത്യകർമ്മങ്ങൾ കണ്ടത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഹരിയാനയിലെ സോനിപ്പത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഗുപ്ത മരണപ്പെട്ടത്. ഉടൻ തന്നെ മരണവിവരം അധികൃതർ മക്കളെ അറിയിച്ചെങ്കിലും എത്താൻ സമയമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. 1.5 വർഷമായി സോനിപ്പത്തിലെ വെസ്റ്റ് റാം നഗറിലുള്ള സമാജ് കല്യാൺ ശിക്ഷാ സമിതി നടത്തുന്ന വൃദ്ധസദനത്തിലെ അന്തേവാസിയായിരുന്നു അദ്ദേഹം. ഭാര്യ മീനയ്ക്കൊപ്പമാണ് ഗുപ്ത ഇവിടെ എത്തിയത്. എന്നാൽ ഭാര്യ മരണപ്പെട്ടതോടെ ഗുപ്ത തനിച്ചാവുകയായിരുന്നു. മൊബൈൽ ഫോണിലൂടെ ഗുപ്ത പതിവായി മക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം രോഗബാധിതനായതോടെ അവരുടെ ഫോൺ കോളുകൾ നിലച്ചെന്നും വൃദ്ധസദനത്തിലെ അഡ്മിനിസ്ട്രേറ്ററായ ആനന്ദ് കുമാർ പറഞ്ഞു. മരിക്കുന്നതിന് ഏകദേശം 20 ദിവസം മുമ്പ് പിതാവിന്റെ ആരോഗ്യനില വഷളായ വിവരം മക്കളെ അറിയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കാണാൻ അവർ തയ്യാറായിരുന്നില്ലെന്നും ആനന്ദ് കുമാർ പറഞ്ഞു. മരണശേഷം അധികൃതർ വീണ്ടും മക്കളെ ബന്ധപ്പെടുകയും സോനിപ്പത്തിൽ എത്തുകയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സമയമില്ലെന്ന് പറഞ്ഞ് അവർ മനഃപൂർവ്വം ഒഴിവാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് മൂവരും വീഡിയോ കോളിലൂടെ സംസ്കാര ചടങ്ങുകൾ കാണുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേപ്പാളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന മൂത്ത മകൾ അനിത പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾക്കായി 5100 രൂപ ഓൺലൈനായി അയച്ചു നൽകിയതായും അധികൃതർ പറഞ്ഞു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചടങ്ങുകളുടെ വീഡിയോ അയച്ചു തരണമെന്നും മക്കൾ ആവശ്യപ്പെട്ടതായും അധികൃതർ പറയുന്നു. ഇനി എത്ര സമയമെടുക്കും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഉള്ളതാണെന്ന് അവരിൽ ഒരാൾ പറയുന്നത് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. 3 പെൺമക്കളെ വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി ഗുപ്ത തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്നു. അവർക്ക് മികച്ച വിദ്യാഭ്യാസവും നൽകി. അവരുടെ നേട്ടങ്ങളിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. ഗുപ്തയുടെ 2 പെൺമക്കളും അധ്യാപകരാണ്. മൂത്ത മകൾ അനിത നേപ്പാളിലും നിഷ ഉത്തർപ്രദേശിലെ അസംഖണ്ഡിലും ഇളയ മകൾ പ്രിയ മുംബൈയിലുമാണ് താമസം. 3 പേരും വിവാഹിതരാണ്. എന്നിട്ടിൽ അതിൽ ഒരു മകൾക്ക് പോലും തന്റെ പിതാവിന്റെ അവസാന സമയത്ത് അന്ത്യകർമ്മങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് പലരും തിരക്കേറിയ ജീവിതമാണ് നയിക്കുന്നത്. അതിനിടയിൽ സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരെ പരിചരിക്കാനോ അവരെ നോക്കാനോ ഒന്നിനും സാധിക്കാത്ത വരുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ചിലർ ദൂരതാമസമാക്കിയാലും കൂടി അവരെ പരിചരിക്കാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുകയോ മറ്റു ചെയ്യുമ്പോൾ മറ്റു ചിലർ ഒരു തരത്തിലും അവരെ തിരിഞ്ഞു നോക്കാതെ പൂർണ്ണമായും അവഗണിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന നിരവധി മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളത്തിലും വയനാട് സ്വന്തം മകൻ തന്നെ അമ്മയെ കൊല്ലാൻ നോക്കിയ വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. മദ്യലഹരിയിൽ അമ്മയെ മരിക്കാൻ പ്രേരിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയ മകൻ എന്നിട്ട് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അവസാനം മകന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആ അമ്മ തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. പക്ഷേ നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് 80 വയസ്സുള്ള ആ വയോധിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മകൻ അഴിക്കുള്ളിലാവുകയും ചെയ്തു. ഇത്രയും പ്രായമായിട്ടും എന്താ മരിക്കാത്തതെന്നായിരുന്നു മകന്റെ ചോദ്യം. 2 ദിവസം മുമ്പാണ് മൂക്കറ്റം മദ്യപിച്ചെത്തി മകൻ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ വിളിച്ചത്. മാനന്തവാടി തോളിച്ചാൽ സ്വദേശിനി 80 വയസ്സുകാരി സരോജിനിയെയാണ് മകൻ ദിനേശൻ അതിക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു ഈ അതിക്രമം. വീട്ടിലെ ആവശ്യത്തിനായി പുറത്തുപോയി തിരികെ എത്തിയ സരോജിനിയെ പ്രതി ദിനേശൻ തടഞ്ഞു നിർത്തുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി ഇത്രയും പ്രായമായിട്ടും എന്താ മരിക്കാത്തത്, നിന്നെ കാലന് വേണ്ടേ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് സ്വന്തം അമ്മയെ കയ്യേറ്റം ചെയ്തത്. തുടർന്ന് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കഴുത്തിന് അമർത്തിപ്പിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. വിഷം കൊണ്ടു തന്നാൽ കുടിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതിയുടെ ക്രൂരത. ആക്രമണത്തിനിടയിൽ സരോജിനിയുടെ നിലവിളിയും ബഹളവും കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് സരോജിനിയെ പ്രതിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മകന്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായ മർദ്ദനത്തിലും വാക്കുകളിലും മനംനൊന്ത് സ്വന്തം അമ്മ പിന്നീട് മണ്ണെണ്ണ കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സ്വന്തം വളർത്തി വലുതാക്കിയ ആ മകൻ തന്നെ ഇപ്പോൾ മരിക്കാൻ സ്വന്തം അമ്മയ്ക്ക് വിഷം വാങ്ങിച്ച് നൽകി തരാം എന്ന് പറയുകയും അവരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ നടുക്ക് നൽകിയ മനുഷ്യത്വം ഒട്ടുമില്ലാത്ത കാഴ്ചകളാണ് കാണുന്നത്.